സാറേ, ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഒരു 2020 ഒരു വലിയ ഇതിഹാസം വിപ്ലവം സൃഷ്ടിച്ചാണ്. ഇപ്പോൾ ലോകത്തുള്ള സകല ക്രിക്കറ്റ് കളിക്കാരും IPL പങ്കെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ IPL തുടക്കകാലത്ത് കൊച്ചി കേന്ദ്രമാക്കി കൊച്ചിൻ ടസ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിച്ചിരുന്നു. അന്ന് അതിനകത്ത് ഈ സുനന്ദ പുഷ്കർക്ക് ഒരു വലിയ റോളുണ്ടായിരുന്നു അതിൻ്റെ രൂപീകരണത്തിൽ ഉൾപ്പെടെ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ, അതുപോലെ തന്നെ സോണിയാഗാന്ധി, അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണി ഉണ്ടായതായി ഇതിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെ രൂപവൽക്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച ലളിത് മോദി വെളിപ്പെടുത്തുന്നു. എന്താണ് വിശദ വിവരങ്ങൾ? ലളിത് മോദി ഇപ്പോഴാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാജ് ഷമാനി ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലത്ത് തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, അന്ന് വിദേശകാര്യ സഹമന്ത്രിയാണ് ശശി തരൂർ. കാരണം അദ്ദേഹം UN സെക്രട്ടറി ജനറലായിട്ടോ മറ്റോ മത്സരിക്കാൻ പോയിട്ട് രക്ഷയൊന്നുമില്ലാതെ വന്നിരുന്നു. കോൺഗ്രസ് ഇവിടെ കൊണ്ടുവന്നിട്ട് സോണിയാഗാന്ധിയായിട്ട് അക്കാലത്ത് നല്ല ബന്ധമൊക്കെയാണ്. കോൺഗ്രസിൽ ചേരുന്നു. ക്യാബിനറ്റ് റാങ്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. സഹമന്ത്രിയായിട്ട് വന്നു. ആ കാലത്ത് ആ സ്ഥാനമൊക്കെ ഉള്ളത് കൊണ്ട് കൊച്ചിക്ക് ഒരു ടീം, കേരളത്തിന് ഒരു ടീം ഉണ്ടാവുക IPL എന്ന് പറഞ്ഞത് ഒരു ലക്ഷ്യമൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. ആ കാലത്ത് ഈ ശശി തരൂരിൻ്റെ ഭാര്യയായ സുനന്ദ പുഷ്കറിന് അതിൽ സ്വെറ്റ് എക്വിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് ഒരുമാതിരി ഇതിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അറിയാം. അതായത് വിയർപ്പ് ഓഹരി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശൊന്നും ഉണ്ടാകാതിരിക്കുക. ഇൻവെസ്റ്റ്മെന്റിൽ കാശില്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, പക്ഷെ ഒരുപാട് അധ്വാനിക്കാനും പിന്നെ ആളുകളുമായിട്ട് പരിചയം, സ്വാധീനം, ഏകോപനം, സ്വാധീനം, ഇത്തരം സംഗതികളൊക്കെ അവര് ദുബായിലും ഒക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണല്ലോ ശശി തരൂരിനെയൊക്കെ പരിചയപ്പെടുന്നത്. സുനന്ദ പുഷ്കർ എന്ന് പറയുന്ന ആള് കശ്മീരി ആണ്, കശ്മീരി ബ്രാഹ്മിനാണ്. അവരാദ്യം ഒരു മലയാളിയാണ് കല്യാണം കഴിച്ചത്. ഈ ശിവക്ഷേത്രത്തിൽ എറണാകുളത്ത് ആയിരുന്നു വിവാഹം. അത് കഴിഞ്ഞൊരു വിവാഹവും ചെയ്തിരുന്നു അവര്. മൂന്നാമത്തെ പിന്നെയാണ് ശശി തരൂർ വന്ന് പെടുന്നത്. അത് ദുബായ് ബന്ധങ്ങളൊക്കെ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ അടുപ്പമൊക്കെ വെച്ചിട്ടാണ് ഒരാൾ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ആ അധ്വാനിക്കുന്ന ആൾക്കും കൂടി നമുക്ക് കുറച്ച് ഓഹരി കൊടുത്ത് ഈ ഉടമാവകാശം. ഇപ്പോൾ സിനുവിനൊരു കമ്പനി ഉണ്ട്, സിനുവിന് വേണ്ടി ഞാൻ ഓടി നടക്കുന്നു, എനിക്ക് മുഖ്യമന്ത്രി ആരൊക്കെയൊക്കെ പരിചയമുണ്ട്, സിനുവിന് ഇവരെ ആരെയും അറിയില്ല. അപ്പം ഞാൻ ഇതിനു വേണ്ടിയൊക്കെ ഓടി നടക്കുന്നു, സിനു സാർ ഒരു 10% സാറിന് തന്നേക്കാം എന്ന് പറയുന്ന പോലെ. അതാണ് ഈ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതിനാണ് സുനന്ദയ്ക്ക് അർഹതയുണ്ടെന്ന് പറയുന്നത്. സുനന്ദയ്ക്ക് അർഹത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആ കഥ ഈ പോഡ്കാസ്റ്റില് രാജ് ഷമാനിയോട് ലളിത് മോദി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിശദീകരിക്കുന്ന കഥ കുറച്ച് കുഴപ്പം പിടിച്ചതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലളിത് മോദി അന്ന് IPL കമ്മീഷണറാണ്. ലളിത് മോദി രാജസ്ഥാനിൽ രാജകുടുംബവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ ഈ എന്തുകൊണ്ട് ഈ അന്ന് സുനന്ദ പുഷ്കർ ഇതിൽ ഈ കൊച്ചി ടസ്കേഴ്സിൻ്റെ ഓഹരി ഉടമയായിട്ട് കണ്ടപ്പോൾ ആ എഗ്രിമെൻറ്റിൽ ഒപ്പിടാനായിട്ട് ലളിത് മോദി വിസമ്മതിച്ചു. ഇങ്ങനൊരാൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് പെടുക? ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തൊരാൾ. മാത്രമല്ല, ഓരോ പൈസ വന്നാലും അതിൻ്റെ 15% വരുമാനത്തിൻ്റെത് സുനന്ദയ്ക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഒപ്പിടാൻ വിസമ്മതിച്ചു. എന്തുകൊണ്ട് വിസമ്മതിച്ചു ലളിത് മോദി? അത് ലളിത് മോദി പറയുന്നുണ്ട്. അദ്ദേഹം ഈ കരാർ വായിച്ചു നോക്കുകയാണ് ലളിത് മോദി, ഈ കൊച്ചി ടസ്കേഴ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് സുനന്ദ പുഷ്കറിന് 25% ടീമിൻ്റെ 25% ഉടമാവകാശം ഓഹരി അവർക്കാണ്. മിസ് പുഷ്കർ ഓൺഡ് 25% ഓഫ് ദ ടീം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 25% ഇവർക്കാണ്. അപ്പോൾ അത് ശശി തരൂരിൻ്റെ ബന്ധം വഴി വരുന്നത് കൊണ്ടാണല്ലോ, ഇവരുടെ പേർപ്പ് മാത്രമല്ലല്ലോ. അപ്പോൾ ഓരോ ഡോളറും വരുമ്പോൾ അതിൻ്റെ 15% ഇവർക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സംവിധാനത്തിൽ എന്തോ ദുരൂഹത, സംതിങ് ഫിഷി, എന്തോ ഒരു കുഴപ്പം പിടിച്ച സംവിധാനമാണ് ഇതെന്ന് ലളിത് മോദിക്ക് തോന്നി. അദ്ദേഹം ഒരുപാട് പൈസ ഇട്ട് കളിച്ചിട്ടുള്ള ആളാണല്ലോ,
തോന്നി. അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യില്ല എന്നുള്ളത് മോദി പറഞ്ഞു. കാരണം ഈ കുഴപ്പം പിടിച്ച സംഗതിയിൽ ഒപ്പിട്ടിട്ട് പിന്നെ ഭാവിയിൽ കേസൊന്നും വരണ്ടല്ലോ എന്ന് അദ്ദേഹം ഊഹിച്ചും കാണും. അങ്ങനെ ഒപ്പിടില്ല എന്ന് ലളിത് മോദി കർശന നിലപാട് എടുത്തു കഴിഞ്ഞപ്പോൾ ശശി തരൂരിൻ്റെ ഒരു ഫോൺ ലളിത് മോദിക്ക് വന്നു. ശശി തരൂർ പറഞ്ഞു, അതിന് മുമ്പ് സെക്കൻഡ് ഹയസ്റ്റ് ബിഡ് വാസ് $348 million ബൈ കൊച്ചി ടസ്കേഴ്സ്. കൊച്ചി ടസ്കേഴ്സ് $348 million ആണ് ലേലത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് നോക്കുമ്പോൾ 12 ഷെയർ ഹോൾഡർമാർ കൊച്ചി ടസ്കേഴ്സിൻ്റെ, അതൊരു JP ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊച്ചി ടസ്കേഴ്സ് ഓൺ ചെയ്യുന്നത് JP ഗ്രൂപ്പ് ആണ് ഓൺ ചെയ്യുന്നത്. പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ all of a sudden something different. I was marking everybody and there was one name I saw out there, a lady by the name Sunanda Pushkar. ഓഹരി ഉടമകളുടെ പേര് നോക്കുമ്പോൾ പെട്ടെന്ന് സുനന്ദ പുഷ്കർ എന്ന് പറഞ്ഞു. ബാക്കി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കമ്പനി ഉടമസ്ഥന്മാരെയും ഒക്കെ അറിയാം. ഇത് അറിയാത്തൊരു പേര്, ഒരു അജ്ഞാത പേര് കിടക്കുന്നു. അപ്പോൾ സുനന്ദ പുഷ്കറിന് ഈ എഗ്രിമെൻറ്റിൽ അവരുടെ പണമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്ഥലത്ത് 0 എന്നാണ് കിടക്കുന്നത്. അങ്ങനെ വേറെ ഒരാളുടെ ഇല്ല. പക്ഷേ $50 million കൺസോർഷ്യമാണത്. പല കമ്പനികൾ ചേർന്നിട്ടാണ്. കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ സംയുക്ത സംരംഭം. അതിൽ ഒരു പൈസ മുടക്കാത്ത ഇവർ 25% ഉടമസ്ഥാവകാശം നിന്നും കിടക്കുന്നു. പൈസ മുടക്കുന്നിടത്ത് 0, ഉടമസ്ഥാവകാശത്തിൻ്റെ അവിടെ 25%. ഇത് ഭയങ്കര വിചിത്രമായൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാനിത് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു ലളിത് മോദി. ഉടനെ ശശി തരൂരിൻ്റെ ഒരു ഫോൺ വന്നു മോദിക്ക്. ശശി തരൂർ പറഞ്ഞു, സുനന്ദ പുഷ്കറിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചു പോയാൽ, സംശയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും. ഹൗ ഡെയർ യു എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ വേണമല്ലോ പറയാൻ. Immediately, I get a call from Shashi Tharoor, 2 o'clock in the morning. How dare you ask about Sunanda Pushkar? I said, Shashi, I'm very friendly to everybody. Shashi, what is the problem? You put a consortium, you know I'm having a meeting. Why isn't she here? Don't you dare ask about Sunanda Pushkar. If you do, I will have you raided by ED tomorrow. You'll be taken by income tax and we will jail you. Excuse me? നിങ്ങൾ അനുഭവിക്കും. അങ്ങനെ ചോദിച്ചാൽ നാളെ നിങ്ങളെ ED അയപ്പിച്ച് റെയ്ഡ് ചെയ്യും. അപ്പോൾ ഇൻകം ടാക്സ് നിങ്ങളെ പിടിക്കും, എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോയി ജയിലിലിടും എന്ന് ശശി തരൂർ പറഞ്ഞു. ശശി തരൂർ ഇന്നേയും മോദി സർക്കാരും ഒക്കെ ഇടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. ഈ ഇടിയെ ഞാൻ ഉപയോഗിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പേ ലളിത് മോദിയോട് പറഞ്ഞതായിട്ട് ലളിത് മോദി പറയുന്നത്. അത് കഴിഞ്ഞ് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പിടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു ലളിത് മോദി. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അന്നത്തെ BCCIയുടെ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യ, അതിൻ്റെ ഒരു ശശാങ്ക് മനോഹർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഓർക്കുന്നില്ല? പെരുമാറ്റവും മുഖഭാവവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ മണ്ടനാണെന്ന് തോന്നുന്ന ഒരാൾ, പക്ഷെ നല്ല ഊർജ്ജസ്വലനായ ഒരാളായിരുന്നു. ഈ ശശാങ്ക് മനോഹർ ഉടനെ വിളിച്ചു മോദിയെ. എന്നിട്ട് പറഞ്ഞു, 10 ജൻപത്തിൽ നിന്ന് എനിക്കൊരു കോള് വന്നു, താൻ ഒപ്പിടണം എന്ന് പറഞ്ഞു. 10 ജനപദ് എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ വസതിയാണ്. അപ്പോൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്ന് സോണിയാഗാന്ധി വിളിച്ചിരിക്കുന്നു ശശാങ്ക് മനോഹറെ, അയാളെ വിളിച്ചിട്ട് ഇത് ഒപ്പിടാൻ അങ്ങനെ വരട്ടിയേക്ക് എന്ന് പറഞ്ഞിട്ട്. I get a call from Shashank Manohar, who never calls at this time in the morning or ever. I said, what's the hurry about signing it tonight? He said, no, you need to sign it tonight. I had received many calls from 10 Janpath and you need to sign it tonight. Exact words. അങ്ങനെ ചെയ്തു. അപ്പോൾ 10 ജൻപത്ത് സോണിയാഗാന്ധിയുടെ വീട്. അന്ന് മോദി പറയുക,
ലളിത് മോദി. അന്ന് സോണിയാഗാന്ധി ആയിരുന്നു നരേന്ദ്രമോദി അധികാരമേറുന്നതിന് മുമ്പ് ശരിക്കും ഭരിച്ചിരുന്നത് സോണിയാഗാന്ധി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മൻമോഹൻ സിംഗും ഒന്നും അല്ലല്ലോ, ശരിക്കും ഭരിക്കുന്നത് സോണിയാഗാന്ധിയാണ്. അന്ന് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ആ കാലത്ത് ഈ മൻമോഹൻ സിംഗിന് അതായത് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല എന്ന് കണ്ടല്ലോ, ഇറ്റാലിയൻ പശ്ചാത്തലമൊക്കെ ആയതുകൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ മൻമോഹൻ സിംഗിനെ ആക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്തൊരു സംഗതി സംഭവിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. കോൺഗ്രസിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് അതിൽ ഒരു ഉപാധി എഴുതി ചേർത്തു. അതായത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും പ്രധാനമന്ത്രിയെ നോമിനേറ്റ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ആര് എന്ന് നാമനിർദ്ദേശം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും, അതായത് സോണിയാഗാന്ധി. എന്നിട്ട് ഈ ഗവർണർക്ക് പ്ലഷറുള്ളിടത്തോളം ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുള്ളൂ, മന്ത്രിമാരായിരിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ആ കോൺഗ്രസ് പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം ഇദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കും. ഇങ്ങനെ കോൺഗ്രസ് ഭരണഘടന ഭേദഗതി ചെയ്തു. അപ്പോൾ ആ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ട് സോണിയാഗാന്ധി ആണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അതെ, കാരണം ഇയാളെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പറഞ്ഞുകൂടാന്നല്ലേ. അങ്ങനെയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ BCCI ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം ഈ IPL മുമ്പ് ICL എന്ന് പറഞ്ഞിട്ടൊരു വിങ് വന്നിരുന്നു. അന്ന് കപിൽ ദേവ് ആയിരുന്നു അത് കൊണ്ടുവന്നത്. സത്യത്തിൽ IPL മുൻഗാമി ICL ആയിരുന്നു. അപ്പോൾ ICL കൊണ്ടുവന്ന ആശയം നല്ലതാണ്, പക്ഷേ BCCIയുമായിട്ട് യോജിച്ചല്ല. അപ്പോൾ അതിനോട് വിയോജിക്കുന്ന ഒറ്റ കാരണം പറഞ്ഞാണ് ലളിത് മോഡിയെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഈ IPL വന്നത്. അപ്പോൾ ഇത് പൈസ ഉണ്ടാക്കാൻ കഴിയുമെന്നും കപിൽ ദേവിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ രാജ്യത്തിനെതിരല്ല BCCIക്കെതിരാന്ന് പറഞ്ഞാൽ അവരെ തള്ളിക്കളയുക ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ലാഭം നേട്ടമൊക്കെ കൈയടക്കാൻ പറ്റുമെന്ന് ലളിത് മോദി തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ BCCI ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒരുപക്ഷെ ലളിത് മോദി വഴങ്ങിയതല്ലേ, അല്ലെങ്കിൽ അയാൾക്ക് വഴങ്ങാതിരിക്കാമായിരുന്നല്ലോ, പേടിച്ചിട്ട് വഴങ്ങിയതും കൂടെ ആയിരിക്കില്ലേ. കാരണം ഈ BCCI അംഗീകാരം കൊടുത്തില്ലെങ്കിൽ ഈ IPL സക്സസ് ആവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ BCCI വിചാരിച്ചാൽ ഈ ക്രിക്കറ്റേഴ്സിനെയൊക്കെ വേണമെങ്കിൽ പിൻവലിക്കാം. വലിയ കളിക്കാരൊക്കെ ഉള്ളതല്ലേ. അതെ അതെ, 3-4 പേര് പോയാൽ തന്നെ ഇത് വഷളാവും. അതെ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരടുത്ത് ഇവിടെ ഞങ്ങൾ അനുമതി തരില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഭയന്നിട്ടാവും അത് സമ്മതിച്ചതല്ലേ. അതെ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ അത് മാത്രമല്ലല്ലോ, സോണിയാഗാന്ധിക്ക് എന്താണെന്ന് ചെയ്തു കൂടാത്തത് ലളിത് മോദിയെ പിടിച്ച് ജയിലിലിടാമല്ലോ. ഈ പറഞ്ഞ ED വിടാം, ഇൻകം ടാക്സുകാരെ വിടാം, കള്ളക്കേസ് ഉണ്ടാക്കാം, പിടിച്ച് ജയിലിലിടാം. അപ്പോൾ മൻമോഹൻ സിംഗിനെ ഒരു പാവയെ വെച്ചിട്ട് യഥാർത്ഥ പ്രധാനമന്ത്രി അന്ന് സോണിയാഗാന്ധി ആയിരുന്നു അല്ലേ. അതിനേക്കാൾ പ്രധാനമാണല്ലോ ഇങ്ങനെ ശശി തരൂര് ഭീഷണിപ്പെടുത്തിയെന്നും സോണിയാഗാന്ധി ഇടപെട്ടു എന്നും ഈ സുനന്ദ പുഷ്കറിന് വേണ്ടി. എന്നിട്ട് അത് എവിടെ അവസാനിച്ചു? സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ശശി തരൂര് പ്രതിസ്ഥാനത്ത് വരുന്ന വിധത്തിൽ കേസൊക്കെ ഉണ്ടായല്ലോ. അതെ. അപ്പോൾ ഈ സമയത്ത് പൈസ ഷെയർ ചെയ്ത് കാണുമായിരിക്കാം അല്ലേ. അതായത് പൈസ ഷെയർ ചെയ്യുക എന്നുള്ളതല്ലേ, ഈ കൊച്ചി ടീമിനെ ഉണ്ടാക്കുന്നതിലൊക്കെ ഇടപെടുന്ന ആൾ ശശി തരൂരാണല്ലോ. അതെ. അപ്പോൾ സുനന്ദ പുഷ്കറിന്റെ വിയർപ്പോഹരി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ അവകാശം കിട്ടുന്ന ആർക്കാണ്? ശശി തരൂരിനാണ്. ശശി തരൂർ ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടും മന്ത്രി ആയതുകൊണ്ടും നേരിട്ട് അദ്ദേഹത്തിന് ഓഹരി ഉടമയാകാൻ പറ്റില്ല. അപ്പൊ വീട്ടിലുള്ള വേറൊരാൾ ഓഹരി ഉടമയാകുന്നു. ഇതാണ് ഫലത്തിൽ ശശി തരൂരാണല്ലോ ഓഹരി ഉടമ. അതെ അതെ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് വലിയ വിവാദമായേക്കാവുന്ന ഒരു കാര്യമല്ലേ. അല്ല, ശശി തരൂർ എന്താന്ന് വെച്ചാൽ പറയട്ടെ, സോണിയാഗാന്ധി എന്തായാലും ഒന്നും പറയില്ല. സോണിയാഗാന്ധിക്ക് വലിയ താല്പര്യം ശശി തരൂരിനോട് ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല, മത്സരിച്ചാണല്ലോ ഖാർഗെക്കെതിരെ. അപ്പോൾ ശശി തരൂർ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ചില സമയത്ത് ശശി തരൂരും മൗനം പാലിക്കാറുണ്ട്. നയതന്ത്രമൊക്കെ അറിയാവുന്ന ആളാണല്ലോ, ഉണ്ടായിരിക്കുന്നതാണ് നയതന്ത്രം അറിയാം. അപ്പം ശശി തരൂരും അത്യാവശ്യം കയ്യിൽ ഭീഷണിപ്പെടുത്താനുള്ള വകയുമൊക്കെ ഉള്ള ആളാണ്. അതാണ് ലളിത് മോദി പറയുന്നത്.